ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മാമ്പഴക്കാലമായ എല്ലാവരും വീട്ടിൽ കാണപ്പെടുന്ന ഒരു കറിയായിരിക്കും മാമ്പഴ പുളിശ്ശേരി. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ മാമ്പഴ പുളിശ്ശേരി റെസിപ്പി ആയിട്ടാണ്. മാമ്പഴക്കാലമായ എൻ്റെ വീട്ടിൽ സുലഭമായിട്ട് കാണപ്പെടുന്ന കറി കൂടിയാണ് മാമ്പഴ പുളിശ്ശേരി. അതിന് പ്രധാന കാരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കറികളിൽ ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. അതിനായിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടുമാമ്പഴമല്ലേ, ആ നാട്ടുമാമ്പഴമായിരിക്കും. അത് ഒരു ഏകദേശം ഇവിടെ ഞാൻ ഒരു 10 എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി തൊലിക കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ആക്കി. എന്നിട്ട് ആ മാമ്പഴത്തിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതാണ് നല്ല. കാരണം മുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ എരിവും അതിൻ്റെ നിറവും വേറെ ആയിപ്പോകും. കാരണം മഞ്ഞ നിറമായിരിക്കണം നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി എപ്പോഴും ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും ചേർത്ത് നമ്മളിത് അടുപ്പത്തേക്ക് വയ്ക്കുക. മാമ്പഴം വേകാൻ ഏകദേശം വെള്ളം ചേർത്തിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ. മാമ്പഴം വേകാൻ ഏകദേശം ഒരു 5-10 മിനിറ്റ് മതി. ആ സമയം നമുക്ക് അതിലേക്കുള്ള ചേരുവ ചേർക്കാം. തൈര് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പുളിയില്ലാത്തതും എന്നാൽ ഒരുപാട് പുളി കുറഞ്ഞതുമാണ് തൈര് എടുക്കാതിരിക്കുക. പാകത്തിനുള്ള പുളിയുള്ളൊരു തൈര് എടുക്കുക. കട്ട തൈരാണെങ്കിൽ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അടിക്കണം. ആ അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 2-3 ഇതള് വേപ്പിലയും കൂടി ചേർക്കണം, നല്ലതായിരിക്കും. കാരണം പുളിശ്ശേരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് വേപ്പിലയും അതിൻ്റെ ഉലുവയും. ഇത് രണ്ടുമാണ് അതിൻ്റെ രുചി കൂടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് രണ്ടും ഇതുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരു മുറി തേങ്ങ എടുക്കുക. അധികം വേണ്ട, 10 മാങ്ങയ്ക്ക് ഏകദേശം ഒരു മുറി തേങ്ങ. അതിലോട്ട് 1 സ്പൂൺ ജീരകവും 5-6 അല്ലി വെളുത്തുള്ളിയും ചേർക്കുക. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിൽ വെണ്ണ പോലെ അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം വെണ്ണ പോലെ അരയണം. എന്നാലാണ് ആ മാമ്പഴ പുളിശ്ശേരി സ്ട്രക്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇത്രയും ചെയ്ത് വരുമ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും മാമ്പഴം വെന്തിട്ടുണ്ടാവും. ആ വെന്ത മാമ്പഴത്തിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുക. 1 സ്പൂൺ പഞ്ചസാര ചേർക്കുക. കാരണം മാമ്പഴത്തിൽ നല്ല മധുരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ 1 സ്പൂൺ മധുരം ചേർത്താലാണ് ആ കറിക്ക് മൊത്തത്തിലുള്ള മധുരം കിട്ടുള്ളൂ. അങ്ങനെ പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അരച്ച് വെച്ചാണ് തേങ്ങയിൽ ഒരു മുറി തേങ്ങ, അത് നല്ലോണം വെണ്ണ പോലെ അരച്ച് വെച്ചാണ് ഒരു മുറി തേങ്ങ അതിലോട്ട് ചേർക്കാം. അത് നല്ലോണം ഇളക്കി അത് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. അത് നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ പഠിച്ച് വെച്ചാൽ തൈരാണെങ്കിൽ ആ തൈര് അതിലോട്ട് ഒഴിക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും മാമ്പഴ പുളിശ്ശേരി നമ്മൾ തിളപ്പിക്കരുത്. കാരണം തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ സ്ട്രക്ചർ തന്നെ മാറിപ്പോകും. അതൊന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ തൈരും കൂടി ചേർത്ത് കഴിഞ്ഞ് നമ്മൾ അത് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിന് ലാസ്റ്റ് പടിയായിട്ട് നമ്മളൊരു അടുപ്പിലോട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും ചേർക്കുക. ഉലുവ മസ്റ്റാണ്, കടുകും മസ്റ്റാണ്. എന്നാലാണ് മാമ്പഴ പുളിശ്ശേരിയുടെ ആ രുചി നമുക്ക് കിട്ടുള്ളൂ. ഇത് രണ്ടും ചേർക്കുക. അതിലോട്ട് ഒരു വറ്റൽമുളക് ചേർക്കുക. 3-4 വറ്റൽമുളക് ചേർക്കുക. വേപ്പില പിന്നെയും ചേർക്കുക. എന്നിട്ട് ആ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് നമ്മൾ മൂപ്പിച്ചിടുക. കുറച്ച് നേരം അത് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക. അപ്പോൾ ആ മൂപ്പിച്ചത് അതിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ മാമ്പഴ പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ സ്വാദിഷ്ടമായിട്ട് മാമ്പഴ പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്കും നാട്ടുമാമ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു വീഡിയോയുമായി കാണുന്നത്. ബൈ.